ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലത്തുള്ള നല്ല മുളകിൽ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച അടിപൊളി നല്ല കളറൊക്കെയുള്ള എരിവ് കുറച്ചുള്ളിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മോതമീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് നമ്മൾ വിനാഗിരി വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുറച്ച് വിനാഗിരിയും അതുപോലെ ശകലം ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് മുക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മീനിൽ ഉളുമ്പും പോകും, നമ്മുടെ മീനിൽ ഉപ്പും പുളിയൊക്കെ ഇത്തിരി പിടിക്കുകയും ചെയ്യും. പിന്നീട് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി, പിന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി കേട്ടോ, ഒരു 3 പച്ചമുളക്, ഒത്തിരി എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി, അത് മുഴുവനായിട്ട് നമ്മൾ എടുത്തായിരുന്നേ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമ്മൾക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ കുറച്ച് ഏറെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉലുവയൊക്കെ നന്നായി പൊട്ടി വരട്ടെ കേട്ടോ. ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കറിവേപ്പിലയ്ക്ക് കുറച്ച് വലിപ്പം കുറവാട്ടോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞൊരു കറിവേപ്പ് തൈയുണ്ട്, അതിൽ പോയിട്ടാണ് കറിവേപ്പില പറിച്ചെടുത്തത്. എൻ്റെ ഉണ്ടായിരുന്ന കറിവേപ്പില തീർന്നു പോയി. നമ്മൾ ഉലുവയൊക്കെ പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഉലുവയൊക്കെ നന്നായി മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുഞ്ഞു കറിവേപ്പില കേട്ടോ. അപ്പോൾ ഇലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഇവ ചേർത്തൊന്ന് നന്നായി വഴറ്റി ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ കളർ മാറിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കിടന്ന് വഴണ്ട് വരട്ടെ. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. കല്യാണ വീട്ടിലെ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോടുകൂടി നല്ല കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. അതിനുശേഷം നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിനകത്ത് ഈ ചെറിയുള്ളി ഇട്ട് കൊടുത്തി തന്നെ കുടംപുളി കഴുകി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടംപുളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ മീൻ കറി വെക്കുമ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് മീനൊക്കെ പറക്കി ഇട്ടതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് പതിവ്. പക്ഷേ ഇതിൽ ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം പൊടികളുടെ അളവ് അതൊക്കെ തീരുമാനിക്കാൻ. ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ഞാൻ കുറച്ച് കഷ്ണങ്ങളെടുത്ത് മാറ്റി വെച്ചു മോന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. 1 കിലോ മീനിൽ നിന്ന് നമ്മൾ ഇത്രയും കഷ്ണങ്ങളെടുത്ത് മോന് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എത്ര മീൻ എടുക്കുന്നോ അതിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ മസാലപ്പൊടികളൊക്കെ നമ്മൾ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ തീയാക്കിയിട്ട് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ പൊടി കരിഞ്ഞു പോയാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കല്യാണ മീൻ കറിയിൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാറില്ല. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനിൽ കുറച്ച് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മീൻകറിയുടെ കളർ നോക്ക്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ച പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ മീനൊക്കെ നമ്മൾ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ മീൻ അങ്ങോട്ടൊന്ന് കയ്യിൽ നിന്ന് ഇടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ഇടാന്ന് പറഞ്ഞ് ചാടിപ്പോയി കേട്ടോ. പിന്നെ അവിടെ മൊത്തം അരപ്പൊക്കെ പറ്റിയതൊക്കെ തുടച്ചതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ മീനൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഓരോന്നായിട്ട് നമ്മൾ വിറക്കിയിട്ട് കൊടുക്കുന്നത്. വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ മീൻ ഒട്ടും പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അത് ഏത് മീനിനാണെങ്കിലും പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മീൻ അല്ലെങ്കിൽ നല്ല ദശയ്ക്കൊക്കെ നല്ല കട്ടിയുള്ള മീൻ, നല്ല ഇറച്ചി കഷ്ണം പോലെ ഇരിക്കും കേട്ടോ. ഈ മീൻ എപ്പോഴും മുളകിനകത്ത് വെക്കുന്നതാണ് ടേസ്റ്റ്. മോതയെന്നാണ് ഈ മീനിൻ്റെ പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ മീൻ പറയുന്നതെന്ന് പറയണേ. അതിനുശേഷം നമ്മൾ നല്ല വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞ് കറിവേപ്പില കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കറിയൊക്കെ നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീൻ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ നമ്മൾ സ്പൂണൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്നും തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഒരു കറിക്ക് നമ്മൾ ഒരുപാട് ചാറൊന്നും വെച്ച് കൊടുക്കാറില്ല കേട്ടോ. ഇതിന് ഒത്തിരി എരിവൊന്നുമില്ല. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ സാധാ ചില്ലി പൗഡർ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഒത്തിരി എരിവുള്ള കറിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ കുറച്ച് നേരത്തിന് ശേഷം നന്നായിട്ട് വെന്ത് നല്ല പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല കുറുകിയൊക്കെ വരും ചൂടാറി കഴിയുമ്പോൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തലേദിവസം വെച്ചിട്ട് കൂട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കല്യാണ വീടുകളിലൊക്കെ തലേദിവസം വെക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കല്യാണ വീട്ടിലെ മീൻകറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ നമ്മൾ മറന്നു പോകരുത്. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മീൻകറി ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കൊതി വന്നിട്ട് വയ്യായിരുന്നു. ഇത് തിളച്ച് കഴിഞ്ഞ് വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഉടനെ ഞാൻ കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണേ. താങ്ക് യു.